ഉത്തരം ലഭിക്കുവാൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന അതിപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഈ നിമിഷങ്ങളിൽ ധ്യാനിക്കുകയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 20-ാം തിരുവചനത്തിൽ വചനം പറയുകയാണ്. 1 യോഹന്നാൻ 4:20 വചനം പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും കാണപ്പെടുന്ന സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല, സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ നമുക്ക് ദൈവവുമായൊരു ആഴമായ അനുരഞ്ജനത്തിലേക്ക് കടന്നു വന്നാലേ, ഒരാഴമായ ബന്ധത്തിലേക്ക് കടന്നു വന്നാലേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. ദൈവവുമായിട്ടുള്ള ഒരാഴമായ ബന്ധത്തിലേക്ക് കടന്നു വരണമെങ്കിൽ കാണപ്പെടുന്ന സകലരുമായും നമ്മൾ അനുരഞ്ജനപ്പെടണം. കാണപ്പെടുന്ന ആളുകളുമായി അനുരഞ്ജനപ്പെടാത്ത ഒരുവനും കാണപ്പെടാത്ത ദൈവവുമായി അനുരഞ്ജനപ്പെടുവാൻ വേണ്ടി സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുക, സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ വളരെ വേദനാജനകമായ ഒരു അനുഭവമായിട്ടാണ് നമ്മിൽ പലർക്കും തോന്നുക. എന്നാൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് വാഗ്ദാനം അടങ്ങിയ ഒരു പ്രബോധനമാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എവിടെയെല്ലാം ദൈവം ക്ഷമിക്കാൻ പറയുന്നുണ്ടോ അവിടെയെല്ലാം നമുക്കൊരു വാഗ്ദാനം കാണാനായിട്ട് സാധിക്കും. എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തരികയാണ്. മത്തായി 5:43-45 മത്തായി 5:43-45 വചനം പറയുകയാണ്, അയൽക്കാരെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പഴയ നിയമത്തില് മോശയിലൂടെ, പ്രവാചകന്മാരിലൂടെ അയൽക്കാരെ സ്നേഹിക്കാനും ശത്രുവിനെ ദ്വേഷിക്കാനും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, ദ്വേഷിക്കുക എന്ന വാക്കിന് ഉപേക്ഷിക്കുക, വെറുക്കുക, അകറ്റി നിർത്തുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പഴയ നിയമം പഠിപ്പിക്കുകയാണ്, നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം. അത് അയൽവക്കത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കാരുണ്യവും നമ്മുടെ സ്നേഹവും അർഹിക്കുന്ന, നമ്മുടെ സഹായം അർഹിക്കുന്ന ഏതൊരാളും അത് എത്ര വിദൂരങ്ങളിലായാലും നമുക്ക് അയൽക്കാരനായി മാറുകയാണ്. അപ്പോൾ അയൽക്കാരെ സ്നേഹിക്കുക, നീ ശത്രുവായി കാണുന്ന, നിന്നെ ശത്രുവായി കാണുന്ന വ്യക്തികളെ ഉപേക്ഷിക്കാനും വെറുക്കാനും അകറ്റി നിർത്താനും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ യേശു പറയുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ആരോട് പറയുന്നു? മത്തായി 5, 6, 7 അധ്യായങ്ങൾ യേശു തെരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാരെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പൊ യേശു തെരഞ്ഞെടുക്കപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മളെ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരെ പഠിപ്പിച്ച കാര്യം ഈ നൂറ്റാണ്ടിൽ യേശു നമ്മളെ പഠിപ്പിക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിട്ട് മാറും. എങ്ങനെ? അയൽക്കാരെ സ്നേഹിക്കുന്നത് വഴി, ശത്രുവിനെ, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വഴി, അവരെ അനുഗ്രഹിക്കുന്നത് വഴി ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറും. മക്കളാക്കി മാറ്റാം എന്നത് വാഗ്ദാനമാണ്, ക്ഷമിക്കുക എന്നത് പ്രബോധനമാണ്. മത്തായി 5:23 യേശു പറയുകയാണ്, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ ബലിവസ്തു ബലിപീഠത്തിങ്കൽ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക, പിന്നീട് വന്ന് ബലിയർപ്പിക്കുക. അപ്പൊ ആദ്യം ബലിയർപ്പിക്കാൻ വരുന്നതിന് മുൻപ് ആദ്യം കാണപ്പെടുന്ന വ്യക്തികളുമായി അനുരഞ്ജനപ്പെടണം, രണ്ടാമത് ബലിയർപ്പിക്കണം. എന്ന് പറയുമ്പോൾ
അനുരഞ്ജനപ്പെടാതെ അർപ്പിക്കുന്ന ഒരൊറ്റ ബലികളും ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുകയില്ല. അതാരർപ്പിച്ചാലും സഹോദരനോട്, ഏതെങ്കിലും ഒരു വ്യക്തിയോടെങ്കിലും വിദ്വേഷവും വെറുപ്പും ശത്രുതയും വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്നലെ വരെ ബലിയർപ്പിച്ചതെങ്കിൽ ഇന്നലെ വരെയുള്ള ഒരൊറ്റ ബലിയർപ്പണവും ദൈവസന്നിധിയിൽ സ്വീകാര്യമായി മാറിയിട്ടില്ല. അതാരർപ്പിച്ചാലും, മാർപ്പാപ്പ തന്നെ അർപ്പിച്ചാലും അങ്ങനെയാണ്. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും കലഹത്തിൻ്റെയും നടുവിൽ നിന്ന് അർപ്പിക്കുന്ന ഒരൊറ്റ ബലികളിലും യേശു ഇറങ്ങി വരില്ല. യേശു ഇറങ്ങി വരാത്തിടത്തെല്ലാം സാത്താൻ ഇറങ്ങി വരികയും ചെയ്യും. അതുകൊണ്ടാണ് അപ്പം സ്വീകരിച്ചവനെ യൂദാസിലേക്ക് പിശാച് പ്രവേശിച്ചത്. കർത്താവില്ലാത്തിടത്തെല്ലാം സാത്താന്റെ സാന്നിധ്യം ഉണ്ടാകും. ഇവിടെ വചനം പറയുകയാണ്, നീ സഹോദരനോട് ക്ഷമിക്കാൻ തയ്യാറായാൽ, അനുരഞ്ജനപ്പെടാൻ തയ്യാറായാൽ ഞാൻ നിന്റെ ബലി സ്വീകരിച്ച് നിന്നെ അനുഗ്രഹിക്കാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നിയമജ്ഞരെയും പരിസരെയും നോക്കി യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഇപ്പൊ രണ്ടാമത് നമ്മൾ കാണുകയാണ്, നീ ക്ഷമിക്കാൻ തയ്യാറായാൽ നിന്റെ ബലി സ്വീകരിക്കപ്പെടും. ക്ഷമിക്കാതെ അർപ്പിക്കുന്ന ഒറ്റ ബലികളും സ്വീകരിക്കപ്പെടുകയില്ല, അനുഗ്രഹിക്കപ്പെടുകയില്ല. വീണ്ടും നമ്മൾ കാണുകയാണ്, ഒരിക്കലും ശിഷ്യന്മാര് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഗുരു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ നിന്റെ ശിഷ്യന്മാരായ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ യേശു അവരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ഒരു പ്രാർത്ഥന. അതിൻ്റെ രണ്ടാം ഭാഗത്ത് ഇങ്ങനെ ഒരു ഈരടിയുണ്ട്, ഞങ്ങളോട് തെറ്റ് ചെയ്തിരിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഒരു പക്ഷേ വളരെ നാളുകളായി നിങ്ങൾ ചില കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയുടെ മേല് ദൈവം ഇടപെടാത്തതിൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെ പല വേദനകളുടെയും ദുരിതങ്ങളുടെയും അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നതാണ്. ഒന്നുകിൽ ഇന്നുകൊണ്ട് നിങ്ങൾ ആ പ്രാർത്ഥന നിർത്തണം, നിങ്ങൾ ഇനി അത് പ്രാർത്ഥിക്കരുത്. അതല്ല, നിങ്ങൾക്കത് പ്രാർത്ഥിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ഇല്ലെങ്കിൽ അപകടമാണ്. കാരണം ഇത് ഒരു കണ്ടീഷൻ വെച്ചുള്ള ഒരു പ്രാർത്ഥനയാണ്. കർത്താവ് അതിവിദഗ്ധമായി ഒരു കണ്ടീഷൻ വെച്ച് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രാർത്ഥന ഇതാണ്, എന്നോട് തെറ്റ് ചെയ്തിരിക്കുന്നവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എൻ്റെ തെറ്റുകൾ എന്നോടും ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥന. ഇതിനകത്തൊരു കണ്ടീഷനുണ്ട്, ഞാൻ എങ്ങനെയാണോ എന്നോട് തെറ്റ് ചെയ്തിരിക്കുന്നവരോട് ക്ഷമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എന്നോട് പെരുമാറണമേ എന്നാണ് പ്രാർത്ഥന. ഈ സ്വർഗസ്ഥനായ എന്നുള്ളത് കണ്ണു പറഞ്ഞിരുന്നേ, ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ ചങ്കിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ഇവിടെ 100 പേരോ 1000 പേരോ ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു വ്യക്തിയോട് എൻ്റെ ഹൃദയത്തിനകത്ത് ശത്രുതയും വിദ്വേഷവും വെറുപ്പും പ്രതികാര ചിന്തകളും വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നതെങ്കിൽ ഈ പ്രാർത്ഥന കർത്താവിൻ്റെ കാതുകളിൽ എത്തുന്നത് ഇങ്ങനെയാണ്. വിദ്വേഷം വെച്ച് വെറുപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇത് കർത്താവിൻ്റെ കർണപടത്തിൽ എത്തുന്നത് ഇങ്ങനെയാണ്, എന്നോട് തെറ്റ് ചെയ്തിരിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കാത്തതുപോലെ എൻ്റെ തെറ്റുകൾ എന്നോടും ക്ഷമിക്കരുതേ. ഇങ്ങനെ ഒരു യാചനയാണ് അങ്ങോട്ട് ഉയരുന്നത്, ക്ഷമിക്കാത്ത അവസ്ഥയിൽ പ്രാർത്ഥിച്ചാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ ഇന്നുകൊണ്ട് ഈ പ്രാർത്ഥന നിർത്തണം, ഇനി അത് പ്രാർത്ഥിക്കരുത്. അതല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്, ആ വചനം അനുസരിച്ചുകൊണ്ട് അത് ചൊല്ലാവൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. 2 കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ മത്തായി മർക്കോസ് 11:24-25 പറയുന്നുണ്ട്, ശത്രുക്കളോട് ക്ഷമിക്കാൻ. അവിടെ വചനം പറയുകയാണ്, നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ 25-ാം വചനത്തിൽ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം. അവിടെ വചനം പറയുകയാണ്, നീ ക്ഷമിക്കാൻ തയ്യാറായാൽ ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാം. എബ്രായർ 12:15 വചനം പറയുകയാണ്, നീ ശത്രുക്കളോട് ക്ഷമിക്കാൻ, നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ, അനുരഞ്ജനപ്പെടാൻ തയ്യാറായാൽ ഞാൻ എൻ്റെ കൃപയിൽ നിന്നെ നിലനിർത്താം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ എവിടെയെല്ലാം കർത്താവ് ക്ഷമിക്കാൻ പറയുന്നുണ്ടോ അവിടെയെല്ലാം ഒരു വാഗ്ദാനം കാണാനായിട്ട് സാധിക്കും.
പ്രബോധനം അനുസരിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമാണ് വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനായിട്ട് സാധ്യമാവുക. അല്ലാത്ത ഒരു വ്യക്തിക്കും, അനുസരിക്കാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിക്കും ഈ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ മറ്റൊരു കാര്യം, നമ്മളെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും പരിഹസിക്കാനും നിന്ദിക്കാനും നമുക്ക് അവകാശപ്പെട്ടത് പലതും തട്ടിത്തെറിപ്പിക്കാനും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമുക്കെതിരെ വ്യാജമായി പറയാനും ഒക്കെയായിട്ട് ദൈവമായ കർത്താവ് തന്നെ നമുക്കെതിരായി ചില വ്യക്തികളെ കൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് നിർത്തും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ വളരെ അനുഗ്രഹമാണ്. നമ്മൾ പഴയ നിയമത്തില് സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തില് 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മളൊരു സംഭവം കാണുകയാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മളൊരു സംഭവം, ഒരു കുടുംബത്തെ കാണുകയാണ്. കുടുംബനാഥന്റെ പേര് ഏൽക്കാന എന്നാണ്. എന്താണ്? ഏൽക്കാന. ഈ ഏൽക്കാന എന്ന് പറയുന്ന മനുഷ്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഭാര്യമാരുടെ പേരറിയാവോ? ഭാര്യമാരുടെ പേരറിയോ? ഒരു ഭാര്യയുടെ പേര് പെനീന എന്നാണ്. അപ്പൊ മറ്റേ ഭാര്യയുടെ പേര് എന്നായിരിക്കും? ഉറക്കെ പറഞ്ഞു, എന്നായിരിക്കും? അറിയില്ല. ഹന്ന എന്നാണ് മറ്റൊരു ഭാര്യയുടെ പേര്. പെനീനായും ഹന്നായും 2 ഭാര്യമാരും. പെനീന എന്ന പേരിന് അതിൻ്റെ മൂലഭാഷയിൽ മുത്ത് എന്നാണ് അർത്ഥം. എന്താണ് മുത്ത്? അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പെനീന സമം അതിൻ്റെ അർത്ഥം മുത്തെന്നാണ്. പക്ഷെ ഇവിടെ സ്വഭാവം അത്ര മുത്തിൻ്റെ ഒന്നുമല്ല. ഈ പലപ്പോഴും അങ്ങനെയാണ്, ഈ പേരും സ്വഭാവവും തമ്മിൽ ഒരു ബന്ധവും കാണുകയല്ല. ഇവിടെയുള്ള ആരുടെയും പേരല്ല. ഇവിടെ ഞാൻ ആദ്യം വരികയാണ്. ഇവിടുന്ന് 180 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്, കട്ടപ്പനയിലാണ്. ഇവിടെയുള്ള എനിക്കറിയാവുന്ന ഇവിടെ ആരും എനിക്കറിയില്ല. ഇപ്പൊ ചിലരുടെ പേര് നിർമ്മല എന്നാണ്. നിർമ്മല പേര് നിർമ്മല എന്നാണെങ്കിലും സ്വഭാവത്തിൽ ഒരു നിർമ്മലതയും ചിലപ്പോൾ കാണത്തില്ല. അതങ്ങനെയാണ്. ഈ പേരും സ്വഭാവവും തമ്മിൽ ഒരു ബന്ധവും കാണുകയില്ല. അതറിയാനായിട്ട് വേറെ എങ്ങും പോകണ്ട. നമ്മുടെ പേരും നമ്മുടെ സ്വഭാവവും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ മതി. ഇനി നമ്മുടെ പേര് അത്ര വലിയ അർത്ഥമൊന്നുമുള്ള പേരല്ലെങ്കിൽ, വിശേഷപ്പെട്ട പേരൊന്നും അല്ലെങ്കിൽ, നമ്മളൊരു വിശുദ്ധയുടെ നാമം സ്വീകരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ വിശുദ്ധന്റെ സ്വഭാവവും, വിശുദ്ധനായന് യേശുവിനെ അറിഞ്ഞതിന് ശേഷമുള്ള ആ വിശുദ്ധന്റെ സ്വഭാവവും നമ്മുടെ സ്വഭാവവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തായാലും കൊള്ളാം. ഈ പെനീന എന്ന പേരിന്റെ അർത്ഥം മുത്തെന്നാണ്. പെനീനായിക്ക് 10 മക്കളുണ്ട്. എത്ര മക്കളുണ്ട്? 10 മക്കളുണ്ട്. ഹന്നായിക്കോ? ഈ സംഭവം നടക്കുമ്പോൾ ഹന്നായിക്ക് ഒരൊറ്റ കുഞ്ഞു പോലും ഇല്ല. ഹന്ന വന്ധ്യയാണ്. പെനീനായിക്ക് 10 മക്കളുണ്ട്. ഒരു പൊതു തത്വം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവരെക്കാൾ എന്തെങ്കിലും നമുക്കൊരൽപ്പം കൂടുതലുണ്ടെങ്കിൽ ആ കൂടുതലുള്ളതിൻ്റെ ഒരു അഹങ്കാരം സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകും. അത് സമ്പത്തായിക്കൊള്ളട്ടെ, സൗന്ദര്യമായിക്കൊള്ളട്ടെ, ആരോഗ്യമായിക്കൊള്ളട്ടെ, ക്രിസ്തുവിലുള്ള പാരമ്പര്യമായിക്കൊള്ളട്ടെ, കുടുംബ മഹിമയായിക്കൊള്ളട്ടെ, പാട്ട് പാടാനോ പ്രസംഗിക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെയുള്ള കഴിവുകളായിക്കൊള്ളട്ടെ, മറ്റുള്ളവരെക്കാൾ എന്തെങ്കിലും നമുക്കൊരൽപ്പം കൂടുതലുണ്ടെങ്കിൽ ആ കൂടുതലുള്ളതിൻ്റെ ഒരു അഹങ്കാരം സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകും. ഈ അഹങ്കാരം ആത്മീയ തലത്തിലും ഉണ്ട്. ഈ അഹങ്കാരം അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മളൊക്കെ ധ്യാനം കൂടിയപ്പോൾ ഉണ്ടായിരുന്ന അനേകം ശുശ്രൂഷകര് ഇന്ന് വിശ്വാസത്തിൽ പോലുമില്ല. ഈ അഹങ്കാരം കയറിയത് കൊണ്ട് നശിച്ചു പോയതാണ്. അഹങ്കാരം ആരംഭിക്കുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണെന്നാണ് പറയുക. അപ്പൊ നമ്മളൊരു ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ 10 പേര് വന്ന് കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ചുനാൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഒരഹങ്കാരം ഉണ്ടാകും. ഈ അഹങ്കാരം നമ്മളെ തകർത്ത് കളയും. എന്തായാലും പെനീനായിക്ക് ഈ അഹങ്കാരമുണ്ട്. പെനീനായുടെ അഹങ്കാരത്തിന്റെ കാരണം എന്നാ? പെനീനായുടെ അഹങ്കാരത്തിന്റെ കാരണം എന്നാ? 10 മക്കളുണ്ട് എന്നതാണ് അവിടെ അഹങ്കാരം. കാരണവന്മാര് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കണ്ടെന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ കൊതിക്കണ്ടെന്നൊന്നും അല്ല കാരണവന്മാര് പറഞ്ഞത്. മക്കളെ കണ്ടും മാമ്പു കണ്ടും
അഹങ്കരിക്കരുതെന്നാണ് പറഞ്ഞു. ഒരു വെയിലേറ്റാൽ ഇത് പൊഴിഞ്ഞു പോകും, നഷ്ടപ്പെടും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ ഒരു കാലഘട്ടം അങ്ങനെയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മരിക്കുന്നത് 15നും 57നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. പ്രായമായ മാതാപിതാക്കൾ 10ഉം 90ഉം വയസ്സായ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ തന്നെ യുവജനങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും കൊള്ളാം, ഈ പെനീനായിക്ക് ഈ അഹങ്കാരം ആവോളമുണ്ട്. അതുകൊണ്ട് ഈ പെനീന എന്ത് ചെയ്യും? വചനം പറയുകയാണ്, അവസരം കിട്ടുമ്പോഴെല്ലാം കുത്തുവാക്കുകൾ പറഞ്ഞ് ഈ ഹന്നായെ പെനീന മുറിപ്പെടുത്തുമായിരുന്നു. കാരണം യഹൂദ പശ്ചാത്തലത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉള്ളതെല്ലാം ദൈവശാപമായിട്ടാണ് അവർ കണ്ടത്. ആ നിലയ്ക്ക് മക്കളില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ദൈവശാപം പേറുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ചില വിശ്വാസികൾ പോലും, ക്രൈസ്തവ വിശ്വാസികൾ, ശുശ്രൂഷയിൽ നിൽക്കുന്ന ചില ആളുകൾ പോലും മക്കളില്ലാത്ത ദമ്പതികളെ കൊണ്ട് തൻ്റെ മക്കളെയോ മക്കളുടെ മക്കളെയോ ഒന്നും എടുപ്പിക്കുക പോലും ചെയ്യല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എടുക്കാൻ പോലും കൊടുക്കുമല്ലോ. അത്രയ്ക്ക് വിശ്വാസത്തിൻ്റെ ആഴമാണ് നമ്മളിലുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവശാപം പേറുന്നവരായിട്ടാണ് മക്കളില്ലാത്ത ദമ്പതികളെ ഈ കാലഘട്ടത്തിലും കാണുക. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടുകൊണ്ട് മക്കളുണ്ടായിരുന്ന ഹന്ന, 10 മക്കളുണ്ടായിരുന്ന ഹന്ന മക്കളില്ലാതിരുന്ന പെനീനായെ അവസരം കിട്ടുമ്പോഴെല്ലാം കുത്തുവാക്കുകൾ പറഞ്ഞ് അവളെ മുറിപ്പെടുത്തുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പരസ്പരം കണ്ടുമുട്ടുമ്പോഴെല്ലാം അവളെ കണ്ണുനീരിലാഴ്ത്തുന്ന ഒരു പ്രതിയോഗിയായിരുന്നു ഹന്നായുടെ ജീവിതത്തിൽ പെനീന എന്ന് പറയുക. പെനീനായിൽ നിന്ന് കുത്തുവാക്കുകൾ കേട്ട് മുറിവേറ്റ് ചങ്ക് തകർന്ന് ഈ ഹന്ന എന്ത് ചെയ്യുമെന്നറിയാമോ? അവളെ പട്ടിണി കിടന്ന് കരയും. അവളങ്ങനെ പട്ടിണി കിടന്ന് കരയുന്ന സമയത്ത് സ്നേഹവാനായ ഭർത്താവ് ഏൽക്കാന അവളുടെ അടുക്കൽ ചെന്ന് അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറയും, എടേ ഹന്ന, മക്കളില്ലെന്നോർത്ത് നീ എന്തിനാണ് ഈ വിഷമിക്കുന്നത്? നീ എന്തിനാണ് പട്ടിണി കിടക്കുന്നത്? നീ എന്തിനാണ് ഈ കരയുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഉപരിയല്ലേ? നീ വിഷമിക്കണ്ടടി. പെനീനായുടെ 10 പുത്രന്മാര് പെനീനായിക്ക് നൽകുന്നതിനേക്കാൾ സ്നേഹവും പരിഗണനയും ഞാൻ നിനക്ക് തരുന്നില്ലേ? നീ എന്തിനാണ് ഈ വിഷമിക്കുന്നത്? അവരെന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, പെനീന എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊള്ളട്ടെ, നീ ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട, നിനക്ക് ഞാനില്ലേ? ഇതാണ് ഏൽക്കാനായുടെ വാക്ക്. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന ഭാര്യമാര്, ഭർത്താക്കന്മാര് ഒന്ന് ചിന്തിച്ച്, ജീവിത പങ്കാളിയിൽ നിന്ന് ഈ ലോകം മുഴുവൻ നമുക്കെതിരായി നിൽക്കുമ്പോഴും നമുക്കെതിരായി സംസാരിക്കുമ്പോഴും ജീവിത പങ്കാളി ഇതൊന്നും സാരമില്ലെന്നേ, നിങ്ങൾക്ക് ഞാനില്ലേ? എടി നിനക്ക് ഞാനില്ലേ? ഇതൊന്നും സാരമില്ല മനുഷ്യനെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഞാനില്ലേ കൂടെ എന്ന് ഈ ജീവിത പങ്കാളി ഒന്ന് പറയാൻ തയ്യാറായാൽ അതൊരു വലിയ ആശ്വാസമല്ലേ? ഇത് പറയാത്തതല്ലേ പലരും നിരാശപ്പെട്ടിരിക്കുന്നത്? ഈ വാക്ക്, ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു നല്ല വാക്ക് പോലും, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളുടെ അടിവിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ, സ്നേഹത്തോടെ എന്നോടൊരു വാക്ക് പറയാൻ എൻ്റെ ജീവിത പങ്കാളി പോലും തയ്യാറാകുന്നില്ല എന്ന വേദനയല്ലേ ആത്മഹത്യയെക്കുറിച്ച് പോലും ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്? എന്തായാലും ഈ ഏൽക്കാന ഹന്നായെ ഇങ്ങനെ ആശ്വസിപ്പിക്കും. പക്ഷെ ഹന്നായിക്ക് മനസ്സിലായി, ഭർത്താവ് എത്ര ചമഞ്ഞാലും അത് പുത്രനാകത്തില്ല, പുത്രന് പുത്രൻ തന്നെ വേണം. അതുകൊണ്ട് ഹന്ന ഈ വിഷയം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പല ആവർത്തി അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊന്നും വിവരിക്കാൻ എനിക്ക് സമയമില്ല, പരിമിതമാണ് സമയം. ഇവരുടെ പ്രാർത്ഥന കേട്ട് കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് ദൈവമായ കർത്താവ് നൽകിയ മറുപടിയാണ് സാമുവേൽ എന്ന് പറയുന്ന ശക്തനായ മകനെ. സാമുവേല് അതിശക്തനായ ഒരു വ്യക്തിയാണ്. അത്രയും പ്രത്യേകതയുള്ള ആരും ബൈബിളിൽ വേറെ ആരുമില്ല. സാമുവേലിന് 3 പ്രത്യേകതയുണ്ട്, എടുത്തു പറയാവുന്ന 3 പ്രത്യേകത. ഒന്ന്, സാമുവേൽ പഴയ നിയമത്തിലെ അവസാനത്തെ ന്യായാധിപനാണ്. സാമുവേലിനോട് കൂടി ന്യായാധിപ ഭരണം അവസാനിച്ച് രാജഭരണം ആരംഭിക്കുന്നു, അവസാനത്തെ ന്യായാധിപൻ. 2, സാമുവേൽ ഒരു പ്രവാചകനായിരുന്നു, പ്രവാചകൻ. 3, യേശുക്രിസ്തു രക്ഷകനായ മിശിഹായിക്ക് ജനിക്കാൻ വേണ്ടിയുള്ള വംശത്തിന് വേണ്ടി ദാവീദിനെ വരെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യാൻ ദൈവമായ കർത്താവ് ഉപയോഗിച്ച അതിശക്തനായ ഒരു പുരോഹിതനായിരുന്നു സാമുവേൽ. ന്യായാധിപനും പ്രവാചകനും പുരോഹിതനുമായി ബൈബിളിൽ രണ്ടാമതൊരു വ്യക്തിയെ കാണുന്നത് പുതിയ നിയമത്തിൽ രക്ഷകനായ മിശിഹായിലാണ്. പുതിയ നിയമത്തിലെ രക്ഷകനായ മിശിഹ പൊരുളാണെങ്കിൽ ആ പൊരുളായ മിശിഹായുടെ പഴയ നിയമത്തിലെ നിഴലാണ്
സാമുവേൽ എന്ന് പറയുന്ന ശക്തനായ മകൻ. ഇനി ഞാൻ നിങ്ങളോട് 3 ചോദ്യം ചോദിക്കും. 2 ചോദ്യത്തിന് നിങ്ങൾ സ്വരമുയർത്തി ഉത്തരം പറയണം. 1 ചോദ്യത്തിന് ഉത്തരം പറയണ്ട, ചിന്തിച്ചാൽ മതി, അത് കർത്താവ് എടുത്തോളൂ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇത്ര ശക്തനായ ഒരു മകനെ ലഭിക്കുവാൻ തക്കവിധം സ്വർഗം തുറക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഷീലോയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഹന്ന എന്ന യുവതിയെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുത്തിയത് അവളെ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച ഏൽക്കാനായാണോ, അവളെ കുത്തുവാക്കുകൾ പറഞ്ഞ് മുറിപ്പെടുത്തിയ പെനീനായാണോ? ആരിലൂടെയാണ് ഇതുപോലെ ചങ്ക് തകർന്ന കണ്ണുനീരൊഴുക്കിയ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവളെ ദൈവം രൂപപ്പെടുത്തിയെടുത്തത്? ആരിലൂടെയാണ്? ഉറക്കെ പറഞ്ഞാൽ ആരിലൂടെയാണ്? പെനീനായിലൂടെയാണ്. പെനീന എന്ന പേരിന്റെ അർത്ഥം എന്താണ്? മുത്ത്. അപ്പൊ നോക്കുക, കണ്ടുമുട്ടുമ്പോഴെല്ലാം ഹന്നായെ കണ്ണുനീരിലാഴ്ത്തിക്കൊണ്ട് ആ വേദനയിലൂടെ അവളെ ഒരു പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ ശക്തയായ ഒരു വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഹന്നായുടെ ജീവിതത്തിൽ പെനീന ഒരു മുത്തായി മാറുകയാണ്. ഇനി പെനീനയാണ് അവളെ ഇങ്ങനെ രൂപപ്പെടുത്തി എടുത്തതെന്ന് നിങ്ങൾ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്: ഹന്നായുടെ ജീവിതത്തിൽ പെനീന ഒരു അനുഗ്രഹമാണോ ശാപമാണോ? അനുഗ്രഹമാണോ? നിങ്ങളൊന്ന് മിണ്ടിക്ക് ഉറക്കെ പറഞ്ഞേ, അനുഗ്രഹമാണോ ശാപമാണോ? അനുഗ്രഹമാണ് അല്ലേ? ഞാൻ ഇവിടെ ഇത് ലൈവ് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നിൽക്കാനാണ് എനിക്കിഷ്ടം. ഇവിടെ അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അകന്ന് നിൽക്കുമ്പം ഉറക്കെ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളുടെ പിന്നാമ്പുറങ്ങളെ പരിശോധിക്കുമ്പോൾ, കഴിഞ്ഞ കാലഘട്ടങ്ങളെ പരിശോധിക്കുമ്പോൾ, ഈ ഹന്നായുടെ ജീവിതത്തിൽ പെനീന നിലകൊണ്ടതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ മുറിവേൽപ്പിക്കാൻ, നമ്മളെ തകർക്കാൻ നമ്മുടെ ശത്രുപക്ഷത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എതിർവശത്ത് അനേകം വ്യക്തികൾ നിന്നിട്ടില്ല. ഒരുപക്ഷെ നമുക്കെതിരായി നിന്ന് നമ്മളെ മുറിവേൽപ്പിച്ച ചില വ്യക്തികളിലൂടെ നമ്മുടെ മനസ്സിനേറ്റ വേദനകളുടെ നടുവിലായിരിക്കാൻ ചങ്ക് തകർന്ന് ഏതെങ്കിലും ഒരു ധ്യാന ഗുരുവിൻ്റെയോ ഒരു പ്രാർത്ഥനക്കാരൻ്റെയോ അടുക്കൽ ചെന്ന് സങ്കടം പറയാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തോടെ ഒരു ധ്യാനം കൂടാനായിട്ട് ഇടയായി തീർന്നത്. ആ ധ്യാനത്തിൽ വെച്ച് കേട്ട വചനങ്ങളിലൂടെ യേശുവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക്, ഒരു വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് അതുവഴി കടന്നു വരാനായിട്ട് നമുക്ക് സാധിച്ചു. ഇന്ന് ഈ വെള്ളിയാഴ്ച ഇവിടെ വന്നിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തക്കവിധം ഒരു വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കും ആ വിശ്വാസത്തിലൂടെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങളുടെ ആഴങ്ങളിലേക്കും നമ്മൾ നയിക്കപ്പെട്ടെങ്കിൽ, ഒരു വിശ്വാസിയായി, ഒരു പ്രാർത്ഥനാ മനുഷ്യനായി, കർത്താവിൽ നിന്ന് അനുഗ്രഹം നേടിയെടുത്ത ഒരു വ്യക്തിയായി നമ്മളിൽ പലരും രൂപാന്തരപ്പെട്ടെങ്കിൽ, അങ്ങനെ നമ്മൾ രൂപാന്തരപ്പെട്ടതിൻ്റെ പിന്നിൽ നമ്മളെ മുറിവേൽപ്പിച്ച് അനേകരുണ്ടായിരിക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഉണ്ടോ ഇല്ലയോ? അങ്ങനെയെങ്കിൽ അവര് നമുക്കൊരു ഇന്ന് അവരിലൂടെയാണ് ഒരു അനുഗ്രഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കപ്പെട്ടതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവരൊക്കെ ഒരു അനുഗ്രഹമാണോ ശാപമാണോ? അനുഗ്രഹമാണോ ശാപമാണോ? അനുഗ്രഹമാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ അതിനൊരു മറുപടി പറയണം. നിങ്ങൾക്ക് അനുഗ്രഹമായി നിങ്ങളുടെ ശത്രുപക്ഷത്ത് ദൈവം ഉയർത്തിയവരോട് നിങ്ങൾക്കിപ്പോൾ ഉള്ള മനോഭാവം എന്താ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകളുടെ, അഭിവൃദ്ധിയുടെ, വളർച്ചകളുടെ ഒരു 70% പിന്നിൽ നമ്മളെ മുറിവേൽപ്പിച്ച ഒരു വ്യക്തി ഉണ്ടാകാം. ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു അനുഗ്രഹമായി ദൈവം നമ്മുടെ ശത്രുപക്ഷത്ത് ഉയർത്തിയവരോട് നിങ്ങൾക്കിപ്പോഴുള്ള മനോഭാവം എന്താണ്? ആ മനോഭാവമാണ് നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് വളർത്തുന്നത്. ആ മനോഭാവമാണ്, ശരിയായ മനോഭാവമാണ് നിങ്ങളുടെ ബലി സ്വീകരിക്കാനായിട്ട് ഇടയാക്കി തീർക്കുക, നിങ്ങളെ ദൈവ മക്കളാക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരിക. എൻ്റെ ശത്രുപക്ഷത്ത് ദൈവം നിർത്തിയവരോട് എനിക്കിപ്പോഴും വിദ്വേഷവും വെറുപ്പും വിരോധവുമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല, നമ്മുടെ ശരിയായ ട്രാക്കിലല്ല. ഇനി മറ്റൊരു കാര്യം,
ഹന്നായിക്കെതിരെ പെനീനായെ ദൈവം നിർത്തിയതുപോലെ തന്നെ നമുക്കെതിരെ സാത്താനും ചില വ്യക്തികളെ നിർത്തും. അതും കൂടി മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടമാണ്. അതറിയണമെങ്കിൽ കാൽവരിയിലെ കുരിശിന്റെ ചുവട്ടിലേക്ക് ചെല്ലണം. കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് സകല ജനപദങ്ങളെയും തങ്ങളിലേക്ക് ആകർഷിച്ച യേശുവിൻ്റെ അതിമനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്തുകൊണ്ടാണ് ക്ഷമിക്കേണ്ടത്? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, അതുകൊണ്ടാണ് ഇവരോട് ക്ഷമിക്കേണ്ടത്. ഒരുപക്ഷേ ഈ കാലഘട്ടങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ വിവിധ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ശക്തമായ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവാത്മാവ് എനിക്ക് നൽകിയ ഒരു ബോധ്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പരിചയവുമില്ലാത്ത ആളുകളാണോ നമുക്കെതിരായി നിലകൊണ്ടിട്ടുള്ളത്? നമ്മൾ അറിയാത്ത ആളുകളാണോ നമുക്കെതിരായി നിലകൊണ്ടിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് എത്ര വചനം കേട്ടാലും എത്ര പ്രാർത്ഥിച്ചാലും ക്ഷമിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിത പങ്കാളിയെക്കാളും മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും ഒക്കെ ഉപരി നമ്മുടെ ചങ്ക് പറിച്ചു കൊടുത്ത് നമ്മളെ സ്നേഹിച്ചവരാണ്. ആരെല്ലാം എന്നെ ചതിച്ചാലും ഈ വ്യക്തി എന്നെ ചതിക്കില്ല, ആരെല്ലാം എന്നെ വഞ്ചിച്ചാലും ഈ വ്യക്തി എന്നെ വഞ്ചിക്കില്ല എന്ന് നാം വിശ്വസിച്ച് ചങ്ക് പറിച്ചു കൊടുത്ത് നമ്മളെ സ്നേഹിച്ചവരാണ് നമുക്കെതിരായി നിലകൊണ്ടത്, അല്ലേ? അതുകൊണ്ടല്ലേ ഈ ക്ഷമിക്കാൻ പറ്റാത്തത്. അങ്ങനെയെങ്കിൽ കാൽവരിയിലെ കുരിശിൽ യേശു കിടക്കുമ്പോൾ യേശുവിനെ അറിയാത്ത ആളുകളാണോ ഈ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കണേ? യേശുവിനെ അറിയാത്ത ആളുകളാണോ ഇവിടെ നിലകൊണ്ടിരിക്കുന്നത്, അവനെതിരായിട്ട് നിലകൊണ്ടിരിക്കുന്നത്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ, ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് റോമൻ പടയാളികളാൽ കരങ്ങളിൽ വിലങ്ങ് വയ്ക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ യേശുവിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ നേടിയെടുത്തവരും ഈ ജനസമൂഹത്തിന്റെ ഇടയിലുണ്ട്. അവനെ ക്രൂശിക്കുക, നീ മനുഷ്യപുത്രനാണെങ്കിൽ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക, ഞങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് നിന്നെ തന്നെ രക്ഷിക്കാനായിട്ട് ശക്തിയില്ലേ, ഞങ്ങളെ കബളിപ്പിക്കാമെന്നാണോ വിചാരിച്ചത് എന്നൊക്കെ ചോദിച്ച് യേശുവിനെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന, യേശുവിനെ വെല്ലുവിളിക്കുന്ന ജനസമൂഹത്തിന്റെ ഇടയിൽ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് റോമൻ പടയാളികളാൽ വിലങ്ങ് വയ്ക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ യേശുവിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ നേടി എടുത്തവരുമുണ്ട്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അതിതാണ്: സകല നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന ദൈവത്തിന്റെ സഭ. സകല നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന ദൈവത്തിന്റെ സഭയിലൂടെ, ദൈവവചനത്തിലൂടെ, ഈ സഭയിലെ കൂദാശകളിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്തവരല്ലേ അന്ന് ഇന്നും വിശ്വാസത്തിന്റെ പേരിലും ആരാധനയുടെ പേരിലുമൊക്കെ സഭയ്ക്കെതിരായും ക്രിസ്തുവിനെതിരായും നിലകൊണ്ട് കലഹം ഉണ്ടാക്കുന്നത്? അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ഇവരെ നോക്കിക്കൊണ്ടാണ് യേശു പറയുക, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇനി നിങ്ങളൊന്ന് നിവർന്നിരുന്ന്, ഞാൻ കണ്ണുകളൊക്കെ തുറന്നിരുന്ന് ഞാൻ അതിൻ്റെ ഒരു കണ്ടന്റ് പറയുകയാണ്. ആ പ്രാർത്ഥനയുടെ ഒരു കണ്ടന്റ് പറയുകയാണ്. യേശുവിനെ അറിയാവുന്ന, യേശുവിലൂടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കൂടെ ചെയ്ത ഒരു ജനമാണ് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നത് എങ്കിലും കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് യേശു കാണുന്നത് തനിക്കറിയാവുന്ന, തന്നെ അറിയാവുന്ന ഒരു ജനത്തെ അല്ല, മറിച്ച് അവരുടെ മേൽ ആധിപത്യം പുലർത്തി അവരിലൂടെ തനിക്കെതിരായി നിലകൊണ്ടിരിക്കുന്ന സാത്താനെ, അവന്റെ സൈന്യത്തെയുമാണ് ഈ ജനസമൂഹത്തിന്റെ മേൽ കുരിശിൽ കിടന്നുകൊണ്ട് യേശുനാഥൻ കാണുന്നത്. നിങ്ങൾക്ക് അത്രയും പിടികിട്ടി കാണുമല്ലോ. ഞാൻ വേറൊരു കാര്യം പറയാം. യേശു പീഡാസഹനത്തെ കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ശിഷ്യന്മാരെ അതിൻ്റെ കാഠിന്യത്തിൽ യേശു അത് പഠിപ്പിക്കുന്ന അവസരത്തിൽ ശിഷ്യപ്രമുഖനായ പത്രോസ് തൻ്റെ ഗുരു അനുഭവിക്കാൻ പോകുന്ന വേദനകളെ, പീഡനങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ തൻ്റെ ഗുരുവിനോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ശിഷ്യപ്രമുഖനായ പത്രോസ് പറഞ്ഞു, ഗുരു, നിനക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. യേശു എന്ത് ചെയ്തു? യേശു അങ്ങോട്ട് ഓടിച്ചെന്നിട്ട്
ഈ പത്രോസിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, എടാ 12 പേരുണ്ടായിട്ട് വേറെ 11 പേർക്കും ഇത് തോന്നിയില്ലല്ലോടാ, നിനക്ക് മാത്രമേ ഇത് തോന്നിയുള്ളല്ലോടാ, കൺഗ്രാജുലേഷൻ എന്ന് യേശു പറഞ്ഞില്ലേ? നിങ്ങളൊന്ന് മിണ്ടിക്കേ, പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞില്ല. പിന്നെ എന്നാ പറഞ്ഞേ? സാത്താനെ ദൂരെ പോവുക എന്ന് പറഞ്ഞാൽ ആ സമയം വളരെ തന്ത്രപൂർവ്വം പത്രോസിലൂടെ സംസാരിച്ച സാത്താനെ തിരിച്ചറിഞ്ഞിട്ട് ആ സാത്താനെ യേശു ബഹിഷ്കരിക്കുകയാണ്. എൻ്റെ ചോദ്യം, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, പത്രോസിനെ നോക്കി യേശു സാത്താനെ എന്ന് വിളിച്ചപ്പോൾ തന്നിലൂടെ സംസാരിച്ചത് സാത്താനാണെന്ന് ഈ പാവം പത്രോസ് തിരിച്ചറിഞ്ഞു കാണുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അറിഞ്ഞു കാണുമോ? ചിലപ്പം പെന്തക്കോസ്തായിലെ പരിശുദ്ധാത്മാവൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അറിഞ്ഞു കാണും. പക്ഷെ യേശു വിളിക്കുമ്പം പത്രോസ് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ പത്രോസിലൂടെ എന്നതുപോലെ ഇപ്പോൾ കുരിശിന്റെ ചുവട്ടിൽ തനിക്കെതിരായി നിലകൊണ്ടിരിക്കുന്ന ജനസമൂഹത്തിന്റെ മേൽ ആധിപത്യം പുലർത്തി അവരിലൂടെ തനിക്കെതിരായി നിലകൊണ്ടിരിക്കുന്ന സാത്താനെയും അവന്റെ സൈന്യത്തെയും നഗ്ന നേത്രങ്ങൾ കൊണ്ട് യേശു കാണുകയാണ്. എന്നാൽ ഇപ്പോൾ തങ്ങളിലൂടെ യേശുവിനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, തങ്ങളിലൂടെ നിലകൊണ്ടിരിക്കുന്നത് സാത്താനും അവന്റെ സൈന്യവുമാണെന്ന് ഈ പാവം ജനം തിരിച്ചറിഞ്ഞോ? മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മനസ്സിലായവര് പറഞ്ഞാൽ മതി, മനസ്സിലാകാത്തവര് മിണ്ടണ്ട. ഇന്ന് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? ഉണ്ടോ? ഈ പാവം ജനം അറിഞ്ഞില്ല സാത്താനാണ് തങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുക, പിതാവേ, പിശാച് ഇവരിലൂടെ പ്രവർത്തിക്കുകയാണെന്നും ഇവരിലൂടെ എനിക്കെതിരെ നിലകൊണ്ടിരിക്കുകയാണെന്നും ഈ പാവം ജനം അറിയാത്തത് കൊണ്ട് എനിക്കെതിരായി നിലകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഇവർ നിരപരാധികളാണ്, ഇവർ നിരപരാധികളായിരിക്കുന്നത് കൊണ്ട് ഇവരെ അനുഗ്രഹിക്കണമേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്നാണ് യേശു പ്രാർത്ഥിച്ചതിൻ്റെ അർത്ഥം. അപ്പൊ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? നമുക്കെതിരായി നിലകൊണ്ടിരിക്കുന്ന ഒരാളെ, നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളെ നിരപരാധിയായി കാണുക എന്നതാണ് ക്ഷമിക്കുക എന്നതിൻ്റെ അർത്ഥം. ഒന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാവോ? ഇതൊരുമാതിരി നാണംകെട്ട കയ്യടിയാണ്. നന്നായിട്ട് നല്ല സ്വരത്തിൽ കൈയടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുക്കുക. എന്തുകൊണ്ട് നിരപരാധിയായി കാണണം? ഒന്നുകിൽ ഹന്നായിക്കെതിരെ പെനീനായെ നിർത്തിയിരിക്കുന്നത് പോലെ ഈ മനുഷ്യനെ എനിക്കെതിരായിട്ട് ദൈവം നിർത്തിയിരിക്കുന്നു. അതല്ലെങ്കിൽ യേശുവിനെതിരെ ഈ ജനത്തെ നിർത്തിയതുപോലെ ഈ വ്യക്തിയെ എനിക്കെതിരായിട്ട് സാത്താൻ നിർത്തിയിരിക്കുന്നു. സാത്താനാൽ നിർത്തപ്പെട്ടതാണെങ്കിലും ദൈവത്താൽ നിർത്തപ്പെട്ടതാണെങ്കിലും യഥാർത്ഥത്തിൽ നിൽക്കുന്നവൻ നിരപരാധിയാണ്. ഒന്നുകിൽ ഇവനെ ദൈവം നിർത്തി, അല്ലെങ്കിൽ സാത്താൻ നിർത്തി. ഇവരിൽ ആര് നിർത്തിയാലും യഥാർത്ഥത്തിൽ നിൽക്കുന്നവൻ നിരപരാധിയാണ്. ഈ ഒരു തിരിച്ചറിവിൽ മാത്രമേ ശത്രുക്കളോട് ക്ഷമിക്കാനുള്ള കൃപ കിട്ടത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാനിത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. എൻ്റെ ജീവിതത്തില്, എൻ്റെ വ്യക്തി ജീവിതത്തില് ക്ഷമയുടെ കൃപ എന്താണെന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കപ്പെടാൻ എനിക്ക് സാധിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് കാഞ്ചിയാറ് എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിലും ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലെ കുളത്തൂർമൂഴിക്കടുത്ത് മുണ്ടത്താനം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ 40-ൽ പരം വയസ്സ് പ്രായമുള്ള ഹൈന്ദവ സമൂഹത്തിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ 4ാമത്തെ മകനായിട്ട് ഞാൻ ജനിച്ചു. ഞാൻ ജനിച്ചതിൻ്റെ 30ാമത്തെ ദിവസം, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിൻ്റെ 30ാമത്തെ ദിവസം തന്തയില്ലാമൻ എന്നുള്ള അഡ്രസ്സ് നൽകിക്കൊണ്ട് എൻ്റെ പിതാവ് എന്നേക്കുമായി എന്നെ ഉപേക്ഷിച്ചു പോയി. അപ്പനില്ലാതെ വളർന്ന എന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുക്കളിൽ പലരും വിളിച്ചുകൊണ്ടിരുന്നത് തന്തയില്ലാമോനെ എന്നാണ്. അപ്പനില്ലാതെ വളർന്ന എന്നെ വളർത്താൻ എൻ്റെ അമ്മയ്ക്ക് ഒത്തിരിയേറെ കഷ്ടതകളിലൂടെയും ദുരിതങ്ങളിലൂടെയും ജീവിതത്തിൽ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഇടിക്കുകയും പൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന മില്ലുകൾ
യഥേഷ്ടമായി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വീട് വീടാന്തരം കയറിയിറങ്ങി കല്ലൊരലിനകത്ത് ഇരുമ്പൊലക്ക് കൊണ്ട് അരിയും കാപ്പിയും മുളകും മറ്റനുബന്ധ സാധനങ്ങളുമെല്ലാം ഇടിച്ചു പൊടിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ് പ്രധാനമായും എൻ്റെ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ നന്നേ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. ഒരു പശുക്കിടാവ്, 1 വയസ്സോളം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു കയ്യാല് ചേർത്ത് വെച്ച് ഇടിച്ചതിൻ്റെ ഫലമായി ഇടികൊണ്ട് അമ്മയുടെ വലത് സൈഡിലെ കിഡ്നി ഉൾപ്പെടെ കേട് സംഭവിച്ചു, ക്ഷതമേറ്റു. അങ്ങനെ ആരോഗ്യത്തിന് ഹാനികരമായി. അമ്മയുടെ പേരിലുള്ള 47 സെന്റ് വസ്തുവില് നിറയെ നാടൻ കൃഷികളായി. ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അമ്മാവനും അമ്മാവൻ്റെ മക്കളുമൊക്കെ ഞങ്ങളെ മാക്സിമം ദ്രോഹിക്കുന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് അവർ കന്നുകാലികളെയൊക്കെ അഴിച്ചുവിട്ട് ഈ കൃഷിയൊക്കെ നശിപ്പിക്കും. അമ്മയത് കാണുന്ന അവസരത്തിൽ അമ്മ വടിയെടുത്ത് നല്ല അടി കൊടുത്ത് ഈ കന്നുകാലികളെയെല്ലാം ഓടിച്ചു വിടും. ഏതാനും നാളുകൾക്ക് ശേഷം പിന്നീട് അമ്മയുടെ സ്വരം കേൾക്കുന്നത് ഈ കന്നുകാലികളെല്ലാം ഓടി രക്ഷപ്പെടും. ഇതിൻ്റെ കൊച്ചു കിടാങ്ങളെല്ലാം ഈ പറമ്പിൽ തന്നെ നിൽക്കും. കൃഷി നശിപ്പിച്ചതിൻ്റെ വാശിയിൽ അമ്മ ഈ കിടാങ്ങളെയെല്ലാം പിടിച്ച് വീടിൻ്റെ മുറ്റത്ത് കെട്ടിയിടും. പശുവിനെ കറക്കാൻ സമയമാകുമ്പോൾ ഈ കിടാങ്ങളില്ലാതെ അതിനെ കറക്കാൻ സാധിക്കാത്തതിനാൽ ഈ ബന്ധുക്കൾ വന്ന് ഈ കിടാങ്ങളെ ചോദിക്കുമ്പോൾ അമ്മ അതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ അമ്മയും ഈ അമ്മാവൻ്റെ മക്കളും തമ്മിൽ വഴക്കുണ്ടാവും. അതിശക്തമായ വാക്കേറ്റത്തിൻ്റെ ഒടുവിൽ അതിക്രൂരമായ രീതിയിൽ അവരമ്മയെ മർദ്ദിക്കും. പലപ്പോഴും അവരുടെ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക്. ഒരിക്കൽ അവരുടെ മർദ്ദനത്തിന് ഇരയായി ഒരു തെങ്ങിൻ ചോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന അമ്മ സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാതെ വന്നപ്പോൾ നാട്ടുകാർ ചെന്ന് അമ്മയെ നിവർത്തിയിടുമ്പോൾ അമ്മയുടെ പല്ലും നാക്കുമെല്ലാം കൂടെ കൂട്ടിക്കടിച്ച് അമ്മയുടെ ബോധമൊക്കെ നഷ്ടപ്പെട്ട് അമ്മയുടെ വായിൽ നിന്ന് രക്തമൊക്കെ പുറത്തേക്ക് ഒഴുകിയിറങ്ങുന്ന കാഴ്ചയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യം നഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മകനെ വളർത്താൻ ആരോഗ്യം അനുവദിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ എന്നേക്കുമായി ഈ മകനെ ഉപേക്ഷിക്കുവാനായിട്ട് എൻ്റെ അമ്മ തീരുമാനിച്ചു. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട കന്യാസ്ത്രീ അമ്മമാർ നടത്തുന്ന സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ഓർഫനേജിൽ കൊണ്ടുപോയി എന്നെ ഉപേക്ഷിക്കുവാൻ വേണ്ടി എൻ്റെ അമ്മ മണിയടിച്ച് കന്യാസ്ത്രീ അമ്മമാർ ഇറങ്ങി വരുന്ന ഗ്യാപ്പിൽ അവസാനമായി എൻ്റെ അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അന്ന് വരെ ഇല്ലാത്ത ഒരു ചിരി ഞാൻ അമ്മയെ ചിരിച്ചു കാണിച്ചെന്നാണ് പറയപ്പെടുക. എൻ്റെ ചിരി കണ്ട് മയങ്ങിയിട്ടാകാം ആ അനാഥ മന്ദിരത്തിൽ എന്നെ ഉപേക്ഷിക്കുവാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് മനസ്സ് വന്നില്ല. ഞാൻ പ്രായമായി വിവിധ രീതികളിൽ അമ്മയെ മുറിവേൽപ്പിക്കുന്ന അവസരത്തിൽ കണ്ണുനീരോടെ എന്നെ പ്രാഗിക്കൊണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, അന്ന് നിൻ്റെ ആ വെളുക്കെയുള്ള ചിരി കണ്ട് ഞാൻ മയങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതിയൊന്നും വരികയില്ലായിരുന്നു, ഞാനിതൊന്നും അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു, ഈ പണ്ടാരത്തിനെ അന്നേ അവിടെ ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ എൻ്റെ അമ്മ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ചിരി കണ്ട് മയങ്ങിയിട്ടാണ് ഈ അനാഥ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അമ്മ എന്നെ വീണ്ടെടുത്തത്. അങ്ങനെ എന്നെ എടുത്തുകൊണ്ട് അമ്മ സ്വദേശമായ മുണ്ടത്താനത്ത് മടങ്ങിയെത്തി. ജോലി ചെയ്ത് മകനെ വളർത്താൻ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് നാളതുവരെയും അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീടുകളിൽ ചെന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ട് വന്ന് എൻ്റെ അമ്മ എന്നെ വളർത്തുവാനായിട്ട് ആരംഭിച്ചു. ഭിക്ഷക്കാരിയായ അമ്മയുടെ തുണിത്തുമ്പിലും വിരൽത്തുമ്പിലും പിടിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങി ഭിക്ഷയാചിച്ച് നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രമാണ് ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 29-24 പ്രഭാഷകൻ 29-24 വചനം പറയും, വീട് തണ്ടിയുള്ള ജീവിതം ശോചനീയമാണ്, വാ പൊത്തി നിൽക്കേണ്ടി വരും. അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന നിരവധി വീടുകളുടെ അടുക്കള വാതിക്കൽ പോയി ഒരല്പം ആഹാരത്തിന് വേണ്ടി മണിക്കൂറുകളോളം കൈകെട്ടിയും വാപൊത്തിയും നിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഒരു 10 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുൻപോട്ട് പോകുന്ന അവസരത്തിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഒറ്റ മുറിയുള്ള ഒരു ഓലപ്പര ഒരു രാത്രിയിൽ ഈ ബന്ധുക്കൾ ചിലർ തീയിട്ട് നശിപ്പിച്ചു. വളരെ അത്ഭുതകരമായ രീതിയിൽ ആ അഗ്നിയുടെ നടുവിൽ നിന്ന് ഞങ്ങൾ
രക്ഷപ്പെട്ടു. അവിടെ വീണ്ടും താമസിച്ചാൽ അത് ജീവന് കൂടി അപകടമാണെന്ന് മനസ്സിലാക്കിയ അമ്മ അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം വിറ്റ് അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെ നെടുങ്കുന്നം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് താമസം ആരംഭിച്ചു. നെടുങ്കുന്നത്ത് താമസം ആരംഭിച്ച് 5ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന 10 ദിവസത്തെ ഗ്യാപ്പിൽ ഒരു ദിവസം അയൽക്കാരനായ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൂടെ കൂടി 5-8 തേങ്ങ മോഷ്ടിച്ച് ഒരു കടയിൽ വിൽക്കുവാനായിട്ട് കൊണ്ടുവന്നു. എൻ്റെ കൂടെയുള്ളതൊരു ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും പേര് കേട്ട ഒരു കള്ളൻ്റെ മകനായിരുന്നത് കൊണ്ട് ഞങ്ങളിത് മോഷ്ടിച്ചതാണെന്ന് കടക്കാരന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇരുവരെയും പിടിച്ച് തൊട്ടടുത്ത കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലാക്കി. കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3-ാമത്തെ ദിവസം ഇറങ്ങി നാട്ടിലേക്കും വീട്ടിലേക്കും കടന്നു ചെന്നപ്പോൾ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരുമെല്ലാം കള്ളനെന്ന് വിളിക്കുവാനായിട്ട് ആരംഭിച്ചു. തന്തയില്ലമ്മൻ എന്നുള്ള അഡ്രസ്സിൻ്റെ കൂടെ കള്ളൻ എന്ന മുദ്ര കൂടെ പതിക്കപ്പെട്ടപ്പോൾ വിദ്യാഭ്യാസം എന്നേക്കുമായി അവസാനിപ്പിച്ച് നെടുങ്കുന്നം തെരുവിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുവാൻ ഞാൻ ഇറങ്ങിച്ചു. അങ്ങനെ ആ തെരുവ് ജീവിതം ആരംഭിച്ച് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ആ തെരുവിലുള്ള അന്നും ഇന്നും എനിക്ക് പ്രിയങ്കരായ എൻ്റെ സഹോദരങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും അടിമത്തത്തിലേക്ക് എന്നെ നയിച്ചു. ഏതാണ്ട് ഒരു 15 വയസ്സൊക്കെ ആയപ്പോഴേക്കും കഞ്ചാവിനും മദ്യത്തിനുമെല്ലാം അടിമപ്പെട്ട് ഞാനൊരു തെരുവ് ജീവിതം ആരംഭിച്ചു. പേടിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട്, നിയന്ത്രിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അഹങ്കാര തിമർപ്പിൽ ഓരോ ദിവസവും ഈ ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ ആഴപ്പെട്ട് ഞാനൊരു തെരുവിലെ ഒരു മനുഷ്യനായിട്ട്, തെരുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഏതെല്ലാം മ്ലേച്ഛതകളിലൂടെ വളർന്നു വലുതാകുമോ ആ മേഖലകളിലെല്ലാം ഞാനും വളർന്നു വലുതായി. പ്രിയപ്പെട്ടവരെ, 25ാമത്തെ വയസ്സിൽ അമ്മ പിടിച്ച് ഒരു പെണ്ണ് കെട്ടിച്ചു. വളരെ ചുരുങ്ങിയ ദിവസത്തെ കുടുംബജീവിതത്തിന് ശേഷം എൻ്റെ ജീവിത പങ്കാളി എന്നെ ഉപേക്ഷിച്ച് അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ 1994 ഏപ്രിൽ മാസം 1-ാം തീയതി ഞങ്ങൾ തമ്മിലുള്ള വിവാഹ ബന്ധത്തെ SNDP യൂണിയനിൽ വെച്ച് എന്നേക്കുമായിട്ട് വേർപെടുത്തി. ആ ജീവിതം തുടർന്ന് നെടുങ്കുന്നത്തൊരൽപ്പം കടബാധ്യതയൊക്കെ ആയി. ആ കടം വീട്ടാൻ മാർഗമില്ലാതെ നെടുങ്കുന്നത്തുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം വിറ്റ് കടമെല്ലാം വീട്ടി ബാക്കിയുണ്ടായിരുന്ന പൈസയുമായി 1995 ജൂലൈ മാസം 10-ാം തീയതി കട്ടപ്പനയ്ക്കടുത്ത് നരിയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് 10 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഞാനവിടെ താമസം ആരംഭിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് അമ്മയ്ക്ക് 70ഓളം വയസ്സ് പ്രായമായി. അമ്മയുടെ കുടലിൽ കുരുക്കൾ വന്ന് അൾസർ എന്ന രോഗം വന്ന് ആ കുരുക്കള് പഴുത്തു പൊട്ടി അമ്മ പോലും അറിയാതെ പഴുപ്പ് പുറത്തേക്ക് ഒഴുകുന്ന ഒരു രോഗ അവസ്ഥയിലേക്ക് എൻ്റെ അമ്മ എത്തിച്ചേർന്നിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇതിനെ സൗഖ്യം പ്രാപിക്കില്ല എന്ന് വിധി എഴുതി തള്ളിക്കളഞ്ഞ ഒരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ചുരുക്കി പറയുമ്പോൾ ഹൈറേഞ്ചിൽ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഇഷ്ടം പോലെ യഥേഷ്ടം കിട്ടുന്ന സാഹചര്യങ്ങളാണ്. ഓരോ ദിവസവും കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും എല്ലാം അടിമത്തത്തിൽ ആഴപ്പെട്ട് ഒരു പാതിരാത്രി 2 മണിയോടടുത്ത സമയത്ത് മദ്യലഹരിയിൽ അമ്മയുമായി വാക്കേറ്റമുണ്ടായി. അവസാനം അമ്മയെ കൊല്ലാൻ വേണ്ടി ഒരായുധമെടുത്ത് അമ്മയുടെ പടലേക്ക് വെച്ച അവസരത്തിൽ മദ്യലഹരിയിൽ നിന്നിരുന്ന എന്നെ തള്ളി താഴെയിട്ട് ആ രാത്രി തന്നെ തൊട്ടടുത്ത വീട്ടിൽ അഭയം പ്രാപിച്ച് പ്രഭാതത്തിൽ ആരോടോ വണ്ടിക്കൂലിയും വാങ്ങി അമ്മ നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ ഞാൻ ഹൈറേഞ്ചിൽ ഒറ്റപ്പെട്ടു പോയി. ആ ഒറ്റപ്പെട്ട ജീവിതം അവസാനം സ്വന്തം കടപ്പാടം പോലും വാടകയ്ക്ക് കൊടുത്ത് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കാഞ്ചാറ് പള്ളിക്കവല വെയിറ്റിംഗ് ഷെഡിൽ ഒരു മാനസിക രോഗിയെ പോലെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തത് കൊണ്ട് തന്നെ കുളിയില്ല, നനയില്ല, മുടിവെട്ടില്ല, പല്ലുതേരില്ല, ഷേവ് ചെയ്തില്ല, വേണ്ടത്ര ആഹാരമില്ല. പട്ടാപ്പകല് പരിസരബോധം പോലും മറന്നിരുന്ന് ചിരിക്കുകയും വർത്താനം പറയുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാനസിക രോഗിയുടെ അവസ്ഥയിൽ കാഞ്ചാറ് പള്ളിക്കവല വെയിറ്റിംഗ് ഷെഡിൽ അന്തി ഉറങ്ങുന്ന അവസരത്തിൽ ഏതാനും ദിവസങ്ങളിൽ ലഹരി വസ്തുക്കളൊന്നും കിട്ടാൻ ഇല്ലാതെ വന്ന ഒരവസരത്തിൽ എനിക്കൊരു നേരിയ ബോധം വീണു. സ്വബോധമല്ല, ഒരു നേരിയ ബോധം വീണു. ആ ബോധം വീണ അവസരത്തിൽ എന്നിലൂടെ വമിക്കുന്ന ദുർഗന്ധം എനിക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ആ ഒരവസ്ഥയിൽ എനിക്കൊരാഗ്രഹമുണ്ടായി, എങ്ങനെയെങ്കിലും ഈ അവസ്ഥയിൽ നിന്നൊന്ന് രക്ഷപ്പെടണം എന്നെനിക്കൊരാഗ്രഹമുണ്ടായി. ആ ആഗ്രഹം ഉണ്ടായ സമയത്ത് ആത്മഹത്യ ഉൾപ്പെടെയുള്ള പല വഴികളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. എന്നാൽ ഒന്നും വർക്കൗട്ടായില്ല. അവസാനം 94 ഞാൻ നെടുങ്കുന്നത്ത് താമസിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് വഴിപ്ലാക്കൽ എന്ന് പറഞ്ഞൊരു കത്തോലിക്ക ഭവനമുണ്ടായിരുന്നു.
അവിടെ ഏലുക്കുട്ടി എന്ന് പറയുന്ന 60ഓളം വയസ്സ് പ്രായമായ ഒരമ്മച്ചി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ തൊട്ടടുത്ത ഒരു വീടാണ്. ആ വീടുമായിട്ട് എനിക്ക് വളരെ അടുത്ത ഒരു പരിചയവും ബന്ധവുമുണ്ട്. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷെ എൻ്റെ കുടുംബജീവിതം കൂടെ ഒക്കെ തകർന്ന് 24 മണിക്കൂർ ഞാൻ മദ്യലഹരിയിൽ നടക്കുന്ന സമയത്ത് പിന്നീട് ഞാൻ ഭക്ഷണം കഴിക്കാൻ കടന്നു എന്നാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് വരെ ഈ അമ്മച്ചി എൻ്റെ അടുക്കൽ നിന്നിട്ട് പറയും, മോനെ നീ പോട്ടയ്ക്ക് പോകണവിടാ, പനക്കരച്ചനെ കാണണവിടാ, അച്ഛനോട് എൻ്റെ സങ്കടമെല്ലാം പറയണവിടാ, അച്ഛൻ നിന്നെ അവിടെ നിർത്തുവിടാ, യേശു നിന്നെ രക്ഷിക്കുവിടാ എന്നല്ല ഈ അമ്മച്ചി ഇങ്ങനെ പറയും. പ്രിയപ്പെട്ടവരെ, ഈ വെയിറ്റിംഗ് ഷെഡിൽ കിടക്കുന്നതുകൊണ്ട് രക്ഷപ്പെടണം എന്നൊരാഗ്രഹം ഉണ്ടായപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞ കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കുകയും ആ ഓർമ്മ 1998 ജൂലൈ മാസം 16-ാം തീയതി മുതൽ ഇടുക്കി, വയനാട്, ആലപ്പുഴ ജില്ലകളിൽ കർഷക ആത്മഹത്യ പെരുകിയ സാഹചര്യത്തിൽ ഈ 3 ജില്ലകളിലെ അക്രൈസ്തവരായ കർഷകരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുവാൻ ഡിവൈൻ ധ്യാന കേന്ദ്രം സൗജന്യമായി ഒരുക്കിയ ഒരു ധ്യാനത്തിന് എന്നെ കൊണ്ടെത്തിച്ചു. 54,000 പേര് ആ ധ്യാനത്തിനുണ്ടായിരുന്നു. 43,850 പരം മലയാളികളുടെ നടുവിലിരുന്ന് വചനം കേൾക്കാനായിട്ട് ആരംഭിച്ചു. ധ്യാനത്തിന്റെ 4ാമത്തെ ദിവസം ദിവ്യകാരുണ്യ ആന്തരിക സൗഖ്യ ആരാധനാ മധ്യേ ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പനക്കലച്ചൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു വചനം, ആ പെറ്റമ്മയെ പോലും കൊല്ലാൻ ആയുധമെടുത്ത അടങ്ങാത്ത അടിമത്തത്തിൽ നിന്ന്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിൽ നിന്ന് എൻ്റെ കർത്താവ് അച്ഛൻ പറഞ്ഞ ഒരു വചനത്തിലൂടെ എന്നെ വിടുവിച്ചു. ആ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനമാണ്. അതൊരു വലിയ വചനമാണ്. അതിൻ്റെ കണ്ടന്റ് ഇതാണ്: മദ്യപിച്ച് മത്ത് പിടിച്ച് മധോന്മത്തനായി മയങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടി വരും. മദ്യപിച്ച് മത്ത് പിടിച്ച് മധോന്മത്തനായി മയങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടി വരും എന്ന് ഞാൻ കേൾക്കുമ്പോൾ ആ കീറത്തുണി ഉടുത്തുകൊണ്ടിരുന്ന എന്നിൽ ആ വചനം ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടെ ഒരു വചനം കൂടി, ഒരു ധ്യാനം കൂടി. ആ ധ്യാനം കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാനൊരു വലിയ ബാനർ കണ്ട്, ഡിവൈൻ ബൈബിൾ കോളേജ്. വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അക്രൈസ്തവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഡിവൈൻ ധ്യാന കേന്ദ്രം ഒരുക്കിയ ഒരു സംരംഭം ഡിവൈൻ ബൈബിൾ കോളേജ്. ആ ബൈബിൾ കോളേജിന്റെ മലയാളം 4ാം ബാച്ചിലേക്ക് ഞാൻ കടന്നു ചെന്നു. ആ ബൈബിൾ കോളേജ് എന്നൊക്കെ പറഞ്ഞാലും 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനമാണ്. ബൈബിൾ കോളേജ് എന്നൊക്കെ പറയുന്നെങ്കിലും ദൈവാനുഭവ ജീവിതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു നിലത്തെഴുത്ത് കളരി എന്നതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. POC ബൈബിളിന്റെ ചീഫ് എഡിറ്റോറിയൽ ബോർഡിലെ മൂവരിൽ ഒരാളായ ഡോക്ടർ മൈക്കിൾ കാരമറ്റമച്ചനായിരുന്നു ആ കളരിയുടെ ആശാൻ. അച്ഛൻ്റെ അധരത്തിൽ നടന്നു വീണ സ്നേഹനിർഭരമായ ഓരോ തിരുവചനങ്ങളിലൂടെയും അച്ഛൻ്റെ ഒരു ചെറു പുഞ്ചിരിയിലൂടെയും തലോടലിലൂടെ പോലും ദൈവാനുഭവ ജീവിതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിച്ചപ്പോൾ 6 ആഴ്ചക്കാലം കൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. എൻ്റെ കൂടെയുള്ള 435-ലധികം ആളുകൾ 6 ആഴ്ചക്കാലം കൊണ്ട് അനേക കാര്യങ്ങൾ പഠിച്ചപ്പോൾ 6 ആഴ്ചക്കാലം കൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവൊക്കെ എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ 2 കാര്യം പഠിച്ചു 6 ആഴ്ചക്കാലം. ഒന്ന്, പെറ്റമ്മ പോലും ഉപേക്ഷിക്കപ്പെട്ടു പോയ അവസ്ഥയിൽ ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ട് ഒരു മാനസിക രോഗിയെ പോലെ വെയിറ്റിംഗ് ഷെഡിൽ അന്തി ഇറങ്ങിക്കൊണ്ടിരുന്ന ആ അവസ്ഥയിൽ നിന്ന് രക്ഷയുടെ പാതയിലേക്ക് എന്നെ കരം പിടിച്ചുയർത്തിയിരിക്കുന്നു. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത, ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും ഒരു നാളും കുറ്റപ്പെടുത്താത്ത സ്നേഹവാനായ ഒരു അപ്പൻ എൻ്റെ തലയ്ക്ക് മേളിൽ ഉണ്ടെന്നൊരു വലിയ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വം കൊടുക്കും. പ്രിയപ്പെട്ടവര്, ഇതാണ് യഥാർത്ഥ അപ്പനത. മാനുഷിക തലത്തിലുള്ള ഒരു അപ്പനെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന്റെ മാത്രം അപ്പനും അമ്മയോ, ശരീരം മാത്രമേ ഈ ലോകത്തിലുള്ള ഒരു അപ്പനും അമ്മയും നൽകിയിട്ടുള്ളൂ. ഈ ശരീരത്തിന് അകത്തുള്ള ജീവൻ എന്ന് പറയുന്നത് മേളിലുള്ള അപ്പൻ്റെയാണ്. ഇതാണ് യഥാർത്ഥ അപ്പൻ. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, അങ്ങനെ ഒരു അപ്പൻ ഉണ്ടെങ്കിൽ ഇനിയുള്ള കാലം ഈ അപ്പന്റെ മകനായിട്ട് ജീവിച്ചാൽ മതി. അപ്പൊ ഞാൻ 2ാമത്തെ രഹസ്യം മനസ്സിലാക്കി. ഈ അപ്പന്റെ മകനായി ജീവിക്കണമെങ്കിൽ ഈ അപ്പനിലേക്ക് എന്നെ നയിക്കാൻ എൻ്റെ ശത്രുപക്ഷത്ത് നിന്ന സകല ആളുകളെയും നിരപരാധികളായി കണ്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ഈ അപ്പൻ്റെ മകനായി മാറും എന്ന് നിങ്ങളോട് പങ്കുവെച്ച വചനത്തിലൂടെ മനസ്സിലാക്കിയപ്പോൾ
ജീവിതത്തിൽ ആദ്യമായി ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രം അനുവദിച്ചു തന്ന ഒരു കൊച്ചു ചാപ്പലിലെ ക്രൂശിത രൂപത്തിന്റെ മുൻപിലിരുന്ന് ജീവിതത്തിൽ ആദ്യമായി ജന്മം നൽകിയതിൻ്റെ 30ാമത്തെ ദിവസം എൻ്റെ മാനുഷിക തലത്തിലുള്ള എൻ്റെ പിതാവ് എന്നേക്കുമായി എന്നെ ഉപേക്ഷിച്ച് പോയതിനെ ഓർത്ത്, പിന്നീട് ഒരിക്കലും എന്നെ അന്വേഷിച്ച് വരാതിരുന്നതിനെ ഓർത്ത്, ആ ഒരു ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം ആ മാനുഷിക തലത്തിലുള്ള അപ്പൻ എന്നിലേക്ക് മടങ്ങി വന്നിരുന്നെങ്കിൽ, ഞാൻ ആ അപ്പൻ്റെ ചൊൽപ്പടിയിൽ, ആ അപ്പൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈ അപ്പനെ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഉപേക്ഷിച്ച, എനിക്കെതിരായി നിന്ന സകലരെയും നിരപരാധികളായി കണ്ട്, എനിക്കെതിരായി നിന്നവരെല്ലാം ഈ അപ്പനിലേക്ക് എന്നെ നയിച്ചവരായിരുന്നു, ഈ അപ്പനെ അറിയാൻ എന്നെ സഹായിച്ചവരായിരുന്നു, അവരൊക്കെ എനിക്കൊരു അനുഗ്രഹമായിരുന്നു എന്ന തിരിച്ചറിവിൽ ഞാൻ അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവാനുഭവ ജീവിതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു തന്ന ആദരണീയനായ ഗുരുനാഥൻ മൈക്കിൾ കാര്യമറ്റം അച്ഛൻ്റെ കരങ്ങളിലൂടെ തന്നെ മുരിങ്ങൂർ ഇടവക പള്ളിയിൽ വെച്ച് മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അപ്പോൾ തൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന, തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കാൻ താൻ തിരഞ്ഞെടുക്കുന്ന സകലർക്കും അന്നും ഇന്നും അവിടുന്ന് ഒരു പുതിയ നാമം നൽകാറുള്ളത് പോലെ യേശു എനിക്കൊരു പുതിയ നാമം നൽകി. അങ്ങനെ രാജൻ ഒരു തോമസ് ആയിട്ട് മാറി. തോമസ് ഡിവൈൻ ബൈബിൾ കോളേജ് വിട്ട് ഒരു വെള്ളിയാഴ്ച ഉച്ചയോടെ കറുകച്ചാലിൽ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ എന്നിലൂടെ അനുഭവിക്കേണ്ടി വന്ന വേദനകളുടെ ആഴങ്ങളിൽ ചങ്കുപൊട്ടി കഴിയുന്ന എൻ്റെ അമ്മയുടെ അരികിലേക്ക് ഞാൻ കടന്നിരുന്നു. വളരെ ചേട്ടൻ്റെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് വീടിൻ്റെ മുറ്റത്ത് നിന്ന അമ്മ വളരെ ദൂരെ വെച്ച് തന്നെ ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്ന കാഴ്ച കണ്ടു. എന്നെ കണ്ടത് എന്നോടുള്ള ദേഷ്യവും അരിശവും എല്ലാം മൂലം അമ്മയൊരു പ്രത്യേക മുഖവികാരത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അമ്മയുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് അമ്മയെന്ന് അമ്മയുടെ മുഖത്ത് നോക്കിയെന്ന് വിളിച്ചു. എൻ്റെ മുഖത്ത് പോലും നോക്കാതെ അമ്മ എതിർ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നു. പിന്നീട് അമ്മയോട് സംസാരിക്കാനോ അമ്മയോട് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും പുനരുത്ഥാന ശക്തിയോടെ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന എൻ്റെ യേശു നൽകിയ പ്രേരണയാൽ ആ അമ്മ നിന്നിരുന്ന മുറ്റത്ത് മുട്ടുകുത്തി അമ്മയുടെ കാലില് കെട്ടിപ്പിടിച്ച് എൻ്റെ ബോധമനസ്സിൽ ഏതെല്ലാം വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ എൻ്റെ അമ്മയെ മുറിവേൽപ്പിച്ചതായി എൻ്റെ ബോധമനസ്സിലുണ്ടോ അതെല്ലാം ഏറ്റുപറഞ്ഞ് എൻ്റെ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് ഞാൻ എൻ്റെ അമ്മയോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ച് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയിൽ ഒരു വചനം മാംസം ധരിച്ചു. റോമാലേഖനം 12-ാം അധ്യായം 20-ാം തിരുവചനവും സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 21, 22 തിരുവചനവും, ഈ 2 വചനവും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുക: നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, അതുവഴി നീ അവന്റെ ശിരസിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടി. ഏത് വഴി? നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുന്നത് വഴി നീ അവന്റെ ശിരസിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും. പക്ഷെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിശപ്പ് എന്തിനു വേണ്ടിയാണ്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദാഹം എന്തിനു വേണ്ടിയാണ്? പ്രിയപ്പെട്ടവരെ, അത് ദൈവസ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമാണ്, ദൈവസ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. അത് അനുഭവിക്കുന്നത് മനുഷ്യരിലൂടെയാണ്. മാതാപിതാക്കളുടെയും മക്കളിലൂടെയും സഹോദരങ്ങളിലൂടെയും ജീവിത പങ്കാളിയിലൂടെയും സഭയിലൂടെയും ഒക്കെയാണ് ആ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത്. അത് നമ്മളിലേക്ക് ചൊരിയുന്നത് പരിശുദ്ധാത്മാവാണ്. റോമാ 5:5. അത് നമ്മളിലേക്ക് ആ സ്നേഹം ചൊരിയുന്നത് ആത്മാവാണ്. പക്ഷെ ആ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ കാണപ്പെടുന്ന വ്യക്തികളിലൂടെയാണ്. അപ്പൊ ഈ മകനിലൂടെ അനുഭവിക്കേണ്ട ദൈവസ്നേഹത്തിന് വേണ്ടി വളരെ വർഷങ്ങളായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അമ്മയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ച് കരഞ്ഞ് എൻ്റെ കണ്ണുനീർ അമ്മയുടെ കാൽപാദത്തങ്ങൾ വീണപ്പോൾ ഈ വചനം അമ്മയിൽ മാംസം ധരിച്ചു. അത് അമ്മയുടെ ശിരസിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടി അമ്മയും കരയുവാനായിട്ട് ആരംഭിച്ചു. അല്പസമയം കഴിഞ്ഞ് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എൻ്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട്, എന്നാൽ സ്വയം കണ്ണുനീരടക്കാനാകാതെ നാളുകൾക്ക് ശേഷം എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ അമ്മ ആദ്യം പറഞ്ഞ വാക്ക്: മോനെ, നിന്നെ ഇത്രയേറെ മാറ്റിയ ആ സ്ഥലത്ത് എനിക്കും ഒന്ന് പോണവിടാ, എന്നെ അവിടെ കൊണ്ടുപോകാമോ എന്ന് എൻ്റെ അമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചു. കാരണം ഒരു പാതിരാത്രി 2 മണിക്ക് കൊല്ലാൻ ആയുധമെടുത്ത് പെടലിക്ക് വെച്ച ഒരു മകൻ ഇന്ന് പട്ടാപ്പകല് നാട്ടുകാർ കാണുക ക്ഷമ ചോദിച്ച് കരഞ്ഞ് കാല് പിടിച്ച് കരയുന്നു. അമ്മ എന്നോട് പറഞ്ഞു, നിന്നെ ഇത്രയേറെ മാറ്റിയ ആ സ്ഥലം അത് നിസ്സാര സ്ഥലമല്ല, അവിടെ എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? ഞാൻ എൻ്റെ അമ്മയെ അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചു.
2 ആഴ്ച താമസിച്ചമ്മ ധ്യാനം കൂടി. ധ്യാനം അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം ദിവ്യകാരുണ്യ ആന്തരിക സൗഖ്യ ആരാധനാ മധ്യേ ബഹുമാനപ്പെട്ട പനക്കിളച്ചൻ വിളിച്ചു പറഞ്ഞു, കൊല്ലാൻ ആയുധമെടുത്ത ഒരു മകനോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കാൻ ഒരമ്മയോട് കർത്താവ് ആവശ്യപ്പെടുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുമായിരുന്നില്ല. അമ്മ എന്നോട് പറഞ്ഞത്, ജന്മം നൽകിയതിൻ്റെ 30-ാം ദിവസം തന്ത ഇട്ടിട്ട് പോയിട്ടും വല്ലവൻ്റെ ആട്ടും തുപ്പുമേറ്റ് തെണ്ടി തിന്ന് വളർത്തിയിട്ടും നീ എന്നെ കൊല്ലാൻ ആയുധമെടുത്തതിൽ എനിക്ക് നിന്നോട് അടങ്ങാത്ത വിരോധമുണ്ടായിരുന്നു. അതിനുശേഷം നിന്നെ ശപിക്കാത്ത, നിന്റെ മരണം ആഗ്രഹിക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. പക്ഷെ എൻ്റെ മേലും എൻ്റെ അമ്മയുടെ മേലും സ്വർഗത്തിനൊരു രക്ഷാകര പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കാൻ ഇപ്പോൾ തീരുമാനമെടുക്കുമോ അതുവരെ അച്ഛൻ 6-7 പ്രാവശ്യം ഇത് തന്നെ വിളിച്ചു പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു, മോനെ 6-7 പ്രാവശ്യം അച്ഛൻ അത് പറഞ്ഞപ്പോൾ എന്നോടാണെന്ന് എനിക്ക് തോന്നിയടാ, യേശു ദൈവമാണോ അല്ലയോ എന്ന് 72 വയസ്സ് പ്രായമുള്ള ഈ സാധു സ്ത്രീ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ മുൻപിലിരിക്കുന്ന ഈ ഗോതമ്പപ്പത്തിന്റെ ഉള്ളിൽ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒരിക്കലും വിശ്വസിക്കാനും സാധിച്ചിട്ടില്ല. എങ്കിലും ഈ ഗോതമ്പപ്പത്തിലേക്ക് നോക്കി എൻ്റെ മോനോട് ഞാൻ ക്ഷമിക്കുന്നു, അവനെ അനുഗ്രഹിക്കണമേ എന്ന് എൻ്റെ അമ്മ നിലവിളിച്ചു കരഞ്ഞു. എൻ്റെ അമ്മ എന്നോട് എപ്പോൾ ക്ഷമിച്ച് ഈ അപ്പത്തിലേക്ക് നോക്കി നിലവിളിച്ചു കരഞ്ഞു, അതേ സെക്കൻഡിൽ ഈ വിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്ന യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അത് അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് പഴുപ്പ് പുറത്തേക്ക് ഒഴുകുന്ന, ഇനി ഒരിക്കലും സൗഖ്യം പ്രാപിക്കില്ലെന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വിധി എഴുതിയ അൾസർ രോഗത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വരണ്ട നിലം പോലെ ദൈവമായ കർത്താവ് സൗഖ്യപ്പെടുത്തി. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആ ഒരു സൗഖ്യ അനുഭവത്തിലൂടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് എൻ്റെ അമ്മ കടന്നു വന്നു. 72-ാമത്തെ വയസ്സിൽ മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ച് യേശുവിനെ രക്ഷകരനാഥനുമായി സ്വീകരിച്ചു. അങ്ങനെ ദേവകി ഒരു അന്നമ്മയായിട്ട് മാറി. 8 വർഷത്തെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒടുവിൽ എല്ലാ കൂദാശകളും സ്വീകരിച്ച് സമാധാനപൂർവ്വം എൻ്റെ അമ്മയെ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഉപേക്ഷിക്കപ്പെട്ടു പോയ ജീവിത പങ്കാളിയുടെ അടുക്കിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ അവളെ മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന കാഴ്ച കണ്ട് തുടർന്ന് കാഞ്ചാറ് പള്ളിക്കവലെ ഞാൻ തിരിച്ചെത്തി. ഇടുക്കി രൂപതയിലെ പേഴുങ്കണ്ടം ഇടവകയിൽപ്പെട്ട ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് എൻ്റെ കഴിഞ്ഞകാല ജീവിതവും പുതിയ ജീവിതവും മനസ്സിലാക്കി എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഒരു പെൺകുട്ടി തയ്യാറായി. 1999 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഞങ്ങൾ തമ്മിലുള്ള കൗദാശിക ജീവിതം ആരംഭിച്ചു. തുടർന്നുള്ള ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ 7 കുഞ്ഞുങ്ങളെ നൽകി. 4 ആൺകുഞ്ഞുങ്ങളും 3 പെൺകുഞ്ഞുങ്ങളും അടങ്ങുന്ന 7 കുഞ്ഞുങ്ങളെ നൽകി ഞങ്ങളുടെ കുടുംബജീവിതത്തെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചു. കഴിഞ്ഞ 24 വർഷക്കാലമായി കേരളത്തിലെ പ്രഗത്ഭരായ പല വൈദികരോടും ചേർന്ന് ശുശ്രൂഷ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ഇന്ന് ഇവിടെ കടന്നു വരുവാൻ, നിങ്ങളോടൊത്തായിരിക്കുവാൻ, വചനം പ്രഘോഷിക്കുവാൻ ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് തമ്പുരാന് നന്ദി പറയുന്നു. ക്ഷമിക്കാനും പൊറുക്കാനും ശത്രുക്കളെ നിരപരാധികളായി കണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കൃപ സ്വീകരിച്ചുകൊണ്ട് നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസ, വിശുദ്ധ, വിശ്വസ്തത പൂർവമായ ഒരു ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.